ഇന്നെന്ത് കറി വെക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. കർക്കിടക മാസം തുടങ്ങിയാൽ പിന്നെ മുരിങ്ങയില കറി വെച്ച് കൂടാത്രേ. ഓർത്ത പാതി ഓർക്കാത്ത പാതി ഞാൻ മുരിങ്ങയില പൊട്ടിക്കാനായി ഓടി. ഇതിലാണെങ്കിൽ ഒരുപാട് മുരിങ്ങയിലയും ഉണ്ട്. ഇതൊക്കെ ഞാൻ എന്ന് കറി വെച്ച് തീർക്കും എൻ്റെ ഈശ്വരാ. അങ്ങനെ കയ്യിൽ കിട്ടിയതെല്ലാം പറിച്ചെടുത്ത് പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് ഞാൻ വീട്ടിലേക്ക് നടന്നു. മുരിങ്ങയില നന്നാക്കാൻ അനിയേട്ടനും കൂടി. അങ്ങനെ മുരിങ്ങയില കഴുകി വാരി ചട്ടി ചൂടാകുമ്പോൾ എണ്ണയൊഴിച്ച് അതിലേക്കിട്ടു. ഇനി കർക്കിടക മാസം തുടങ്ങും വരെ മുരിങ്ങയില കൊണ്ടുള്ള അഭിഷേകം തന്നെയായിരിക്കും. കഴുകി വാരിയ വെള്ളം മാത്രം മതി മുരിങ്ങയില വെന്ത് കിട്ടാൻ. പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. മുരിങ്ങയില ചൂടാകുമ്പോൾ പെട്ടെന്ന് കട്ട പിടിക്കും. അതുകൊണ്ട് നന്നായി കുത്തി ഇളക്കി കൊടുത്ത് കുറച്ച് സമയം അടച്ചു വെച്ചു. അടപ്പ് തുറന്നതിന് ശേഷം പച്ചമുളകും വെളുത്തുള്ളിയും തേങ്ങയും ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കണം. പച്ചമുളകിന് പകരം കാന്താരി ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി അങ്ങോട്ട് മുരിങ്ങയില താളിച്ചതും മുരിങ്ങയില ഉപ്പേരിയും പരിപ്പും മുരിങ്ങയിലയും ഇതൊക്കെ തന്നെയായിരിക്കും വിഭവങ്ങൾ. അങ്ങനെ തേങ്ങ അരച്ച മീൻകറിയും മുരിങ്ങയില ഉപ്പേരിയും കൂട്ടി ഞങ്ങൾ ചോറുണ്ടു.